ഹായ്. അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കില്ലേ ഞങ്ങൾ ഡൽഹി വരെ പോവുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വയനാട്ടിൽ താജ്മഹൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞോളോട് ഇന്ന് താജ്മഹൽ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞോളൊക്കെ ഉണ്ട് പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് വന്നിട്ട് കേട്ടോ. അല്ല, എന്നോട് രാവിലെ പറഞ്ഞു നമുക്ക് താജ്മഹൽ കാണാൻ പോയാലോ. അപ്പൊ ഞാനും തന്നെ ആകെ ത്രില്ലൊക്കെ അടിച്ച് കുഞ്ഞോള് ഷോക്കിലാണ്. രണ്ട് ബാഗിലൊക്കെ പാക്കാക്കിയൊക്കെ റെഡി ആക്കി വെച്ചപ്പോൾ എന്നോടൊക്കെ അങ്ങോട്ടാ പോകുന്നു. ഞാൻ പറഞ്ഞു നമ്മള് ഡൽഹി പോവല്ല, അപ്പൊ ഡ്രസ്സൊക്കെ കുറെ വേണ്ടിയില്ലേ. അപ്പൊ പറഞ്ഞു ഇവിടെ കൽപ്പറ്റ ഉണ്ട് താജ്മഹൽ കൊണ്ടേ കാണിച്ചു തരാന്ന്. അപ്പോൾ ഏതായാലും നമ്മൾ താജ്മഹൽ കാണാൻ പോവാണ്. അതെ. അപ്പോൾ എന്താണ് ബാക്കി വീഡിയോകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കൽപ്പറ്റ എത്തിയിട്ടുണ്ട്. ഇത് എൻട്രൻസ് ആണ്. അപ്പോൾ താജ്മഹൽ അതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ താജ്മഹൽ മാത്രമല്ല നമുക്ക് എന്തൊക്കെയാണ് ഉള്ളിലുള്ളതെന്നുള്ളത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ശേഷം കാണാം. അപ്പോൾ കുഞ്ഞോളഞ്ഞ് താജ്മഹൽ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് ഉള്ളിൽ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി നോക്കാം. മാർച്ച് 12 മുതൽ കൽപ്പറ്റ ബൈപ്പാസ് റോഡിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ പ്രദർശന സമയം. ദിവസവും വൈകിട്ട് 3:30 മുതൽ രാത്രി 9:30 വരെ. ഏവർക്കും കുടുംബസമേതം സ്വാഗതം. ആരും കാണാൻ പഠിക്കുന്ന അത്ഭുത കാഴ്ചകൾ വൈകിട്ടിൽ ആദ്യമായി നിലകൊള്ളുന്ന അനശ്വര അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ചൈനയിലും ദുബായിലും അത്ഭുതങ്ങളെല്ലാം അണിനിരക്കുന്ന അവതാരത്തിലും ചീസിംഗിന്റെ നവ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അസുലഭാവസരം ഒരുക്കിക്കൊണ്ട് മലബാർ ഗ്രാൻഡ് ഫെസ്റ്റിലെ കൺസ്യൂമർ സ്റ്റാളുകൾ നിങ്ങളെ സ്വീകരിക്കുന്നു. ഒരിക്കലും മറക്കാത്ത സുന്ദരാനുഭവം സ്വന്തമാക്കാൻ ജീവിതത്തിലേക്കോ മലബാർ ഗ്രാൻഡ് ഫെസ്റ്റ് ഫ്ലവർ ഷോ ഗ്രൗണ്ട് ബൈപ്പാസ് റോഡ് കൽപ്പറ്റ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഞങ്ങൾ. അവതാറോ എന്താ ഞാൻ മനസ്സിലായോ? സെറ്റ് ചെയ്താണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ ലോകാട്ടോ. ഫുൾ ലൈറ്റ് സെറ്റിങ്സ് ആണ്. അത് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ എല്ലതും. അതെ, ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മാതൃസാധനതയെ കഥാ ഓർമ്മിപ്പിച്ചുകൊണ്ട് യമുനനദിയുടെ പുറത്താക്കിയെത്തുന്ന ആ പ്രേമകുതിയിൽ ഇപ്പോഴിതാ മലബാർ ഗ്രാൻഡ് ഫെസ്റ്റിൽ ആഹ്ലാദവും സന്തോഷവും അവതാറിന്റെ സെറ്റ് ഇട്ടൊക്കെ കണ്ടു പോന്നു. ഇനി നമ്മൾ നേരെ പോണത് ആഗ്രയിലേക്കാണ്. വയനാടിന്റെ സ്വന്തം ആഗ്രയിലേക്ക്, അതായത് താജ്മഹൽ കാണാൻ പോവാണ് കേട്ടോ. അതാ കുഞ്ഞോള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മള് ഫോട്ടോയില് മാത്രമേ കണ്ടുള്ളൂ, അപ്പൊ ഞങ്ങള് ലൈവായിട്ട് കാണാൻ പോവാണ്. അതെ, നമ്മളെ വയനാടിന്റെ സ്വന്തം താജ്മഹൽ അങ്ങനെയുണ്ട്. സെറ്റ് ചെയ്താൽ നല്ല രസം കേട്ടോ. അടിപൊളി ഉണ്ട്, അടിപൊളിയല്ലേ? അതെ, താജ്മഹൽ കണ്ട്. അതെ, താജ്മഹൽ ഇങ്ങനെയൊന്ന് കാണാനായി.
നമ്മൾ പോവും അല്ലേ? പോവില്ലേ? അതെ, ഡീറ്റെയിൽ മൊത്തം എല്ലാ ഡീറ്റെയിലും അല്ലേ? ആ, ഇത്രയും അങ്ങനെ ചരിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി താജ്മഹലിന്റെ അടുത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. അതെ സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകണം. അതെ, സംഭവം നല്ല രസമായിട്ടോ. ഒരു സെറ്റേഴ്സും കാര്യങ്ങളും കണ്ടാൽ നമ്മൾ ഫോട്ടോയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുവരെ അവിടെ പോയില്ലല്ലോ. അതെ. അതാ അതിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. നമ്മളെ എന്തുണ്ട് അങ്ങോട്ട് പോയി നോക്കുക. അപ്പോൾ ഞങ്ങൾ കണ്ടൊക്കെ ഇറങ്ങി. ഭയങ്കര ചൂടിട്ട് അതിൻ്റെ ഉള്ളിൽ അതാണ് മൊത്തം വേറെ. അതായത് ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ട് ഭയങ്കര ചൂട്. അതാണ് മുഖമൊക്കെ ഇങ്ങനെയുള്ളത്. അപ്പോൾ അവതാരം ഞങ്ങൾ പിന്നെ ഇതൊക്കെ കണ്ടിറങ്ങി. താജ്മഹലൊക്കെ കണ്ട്. അവതാറിലെ കഥാപാത്രങ്ങളൊക്കെ അതിൽ നല്ല സെറ്റാക്കി വെച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ താജ്മഹൽ, അതെ താജ്മഹൽ ഇതൊക്കെ കണ്ട് പിന്നെ കുറച്ച് സെൽഫി വീഡിയോസും കാര്യങ്ങളും പിന്നെ കുറേ യന്ത്രൂഞ്ഞാലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.